പക്ഷേ ഈ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ വോട്ടർമാർ കണക്കിലെടുക്കാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് സമുദായ സമവാക്യങ്ങൾ, ഇപ്പോൾ 10 വർഷം ഭരിച്ച സർക്കാരിനെതിരെയുള്ള ചെറിയ വികാരങ്ങൾ, ഒരു ഭരണമടുപ്പ്, ഇതൊക്കെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ കൈപ്പത്തി ചിഹ്നം കൂടി മത്സരിക്കാൻ വരുമ്പോൾ ആവേശത്തോടു കൂടി അങ്ങേക്കെതിരെ ആളുകൾ വോട്ട് ചെയ്യാൻ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ മത്സരിച്ച മണ്ഡലം ഏറ്റുമാനൂർ മണ്ഡലം പൊതുവെ സംസ്കാര സമ്പന്നരായ ജനതയുള്ളൊരു നാടാണ്. വിവേകശാലികളാണ്. അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ്. നന്നായി കാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണ് അവർ, അറിവ് പോലെ തന്നെ. അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ആദ്യമായി അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞപ്പോൾ അതിനോട് നല്ല രൂപത്തിൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നൊരു ജനതയുണ്ട്. മറ്റൊന്ന്, സമുദായ സമവാക്യമൊന്നും പ്രശ്നമല്ലാത്ത രൂപത്തിൽ തികഞ്ഞ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു മണ്ഡലത്തിൽ 5 വർഷക്കാലം ഉടനീളം ഞാൻ പുലർത്തിയിട്ടുള്ളത്. അത് ക്ഷേത്രങ്ങളിലായിരുന്നാലും പള്ളികളിലായിരുന്നാലും മറ്റ് മോസ്കുകളിലായിരുന്നാലും അവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനും ഒപ്പം അവരുടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചോളം ഈ 5 വർഷക്കാലം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും ഒരു വിദ്വേഷത്തിൻ്റെയോ പകയുടെയോ മറ്റേതെങ്കിലും വൈര്യനിര്യാതന ബുദ്ധിയുടെയോ രൂപങ്ങൾ ഉയർന്നു വന്നില്ലെന്ന് മാത്രമല്ല, മറ്റ് രാഷ്ട്രീയമായ അന്ധമായ വിരോധമുള്ളവർക്ക് മാത്രമേ ആ രംഗത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നുള്ളൂ. ശ്രീ വി എൻ വാസവൻ, അങ്ങ് വിജയിച്ചാൽ തീർച്ചയായിട്ടും അങ്ങ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അങ്ങയുടെ ഒരു പ്രതിച്ഛായ. വിവിധ സമുദായ സമവാക്യങ്ങളെ മാനേജ് ചെയ്യാനുള്ള അങ്ങയുടെ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിലുള്ള അങ്ങയുടെ അടയാളപ്പെടുത്തലൊക്കെ തന്നെയാവും. വിജയിച്ചാൽ അങ്ങനെ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരു 3 ഘടകങ്ങൾ പറഞ്ഞു. അങ്ങയുടെ പൊളിറ്റിക്കൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് മിടുക്ക്, അങ്ങ് മണ്ഡലത്തിൽ കൊണ്ടുവന്ന 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾ, അത് എങ്ങനെയാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്, വളരെ ക്രൈസിസിലുണ്ടായിരുന്ന സഹകരണ മേഖല അടക്കം അങ്ങ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത്, അതൊക്കെ മണ്ഡലത്തിലെ വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ടാവും. അത് പ്ലസ് പോയിന്റ്. ഇനി അങ്ങ് ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടാൽ അതെന്താകാം കാരണം? അങ്ങനൊരു പരാജയത്തിൻ്റെ ഒരു തരത്തിലുള്ള ലാഞ്ചനയും മണ്ഡലത്തിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനൊരു കാരണം കണ്ടെത്തേണ്ടതില്ല എന്നതിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ തികഞ്ഞ 100%, 101% വിശ്വസിക്കുന്നു. ഉറപ്പായ വിജയമാണ് ഏറ്റുമാനൂർ മണ്ഡലം. മൊത്തത്തിൽ അതിന് തക്കതായ കാരണങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ച ജനങ്ങളുടെ വിശ്വാസമാണ്. അതെ.